അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളി പ്രയർ ടിപ്പായിട്ടാണ്. അതായത് നമുക്കെല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു പ്രയറാണ് വിശ്വാസ പ്രമാണം എന്ന് പറയുന്ന പ്രയർ. സോ 33 തവണ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് ഭയങ്കര എന്താ പറയുന്നത്, ഒരു അനുഗ്രഹം കിട്ടുന്ന ഒരു കാര്യമാണ് ഈ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രയറാണത്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ എക്സാമിന് പോയി, നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്, എല്ലാം സെറ്റാണ്, നിങ്ങൾക്ക് എല്ലാം അറിയാം. പക്ഷെ നിങ്ങൾക്ക് ഒടുക്കത്തെ ടെൻഷനാണ്. ടെൻഷൻ കാരണം പഠിച്ചതും കൂടെ മറന്നു പോകുന്ന അവസ്ഥയിലാണ്. അത്രയും ടെൻഷനിലിരിക്കുന്ന അവസ്ഥ. ഈ ഒരു നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ആണെങ്കിൽ ഈ 33 തവണ ഈ ഒരു വിശ്വാസ പ്രമാണം എന്ന് ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പോകണം. നിങ്ങൾക്ക് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ആ ഒരു ഫീലും ഭയങ്കര ഒരു കോൺഫിഡൻസും കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ ഒരു എക്സാമിൻ്റെ കാര്യം ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. വേറെ പല സിറ്റുവേഷൻസിലും നമുക്ക് ഈ ഒരു പ്രയർ യൂസ് ചെയ്യാം. നമ്മൾ ചുമ്മാ നടക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ വെറുതെ ഇങ്ങനെ ഈ ഒരു പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം. അതുപോലെ തന്നെ എത്രയും നീളം മാതാവ് എന്നുള്ള പ്രാർത്ഥന ഭയങ്കര മാതാവിനോടുള്ള ഒരു ഭയങ്കര അനുഗ്രഹം കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ കോമൺ ആയിട്ട് അറിയാവുന്ന സിമ്പിൾ പ്രാർത്ഥനകളാണിത്. അപ്പം നിങ്ങളുടെയൊക്കെ ലൈഫിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രാർത്ഥനകൾ കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. ബൈ ബൈ.